നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂലൈ മാസം 1-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൽ കമൻറ്റിന് നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, രാജ്യത്തെ പുതിയ സെൻസസ് അഥവാ ജനസംഖ്യാ കണക്കെടുപ്പ് നടപടികൾ ഇന്ന് ജൂലൈ 1 മുതൽ ഔദ്യോഗികമായിട്ട് തുടക്കമാവുകയാണ്. 2 ഘട്ടങ്ങളിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഈ വിപുലമായിട്ടുള്ള പ്രക്രിയയുടെ ആദ്യഘട്ടമാണ് ജൂലൈ 1 മുതൽ 30 വരെ നടക്കുന്നത്. ഇതിനു മുൻപ് 2011 രാജ്യത്ത് അവസാനമായിട്ട് ഇത്തരത്തിൽ വിപുലമായിട്ടുള്ള രീതിയിൽ സെൻസസ് നടത്തിയത്. ഈ 1-ാം ഘട്ടത്തിൽ പ്രധാനമായിട്ടും വീടുകളെയും അവിടെ ലഭ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങളാണ് ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്നത്. സെൻസസിൻ്റെ 2-ാം ഘട്ടമായിട്ടുള്ള യഥാർത്ഥ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരി മാസത്തിലായിരിക്കും നടക്കുക. ഇത്തവണ പൊതുജനങ്ങൾക്ക് സ്വന്തമായി ഓൺലൈൻ വഴി വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സംവിധാനവും ഒരുക്കിയിരുന്നു. ഇപ്രകാരം ഡിജിറ്റലായിട്ട് വിവരങ്ങൾ സമർപ്പിച്ചവർക്ക് എച്ച് എന്ന് ആരംഭിക്കുന്ന ഒരു 11 അക്ക ID ലഭ്യമായിട്ടുണ്ടാകും. സെൻസസ് ഉദ്യോഗസ്ഥർ ഭവനങ്ങളൊക്കെ തന്നെ സന്ദർശിക്കുമ്പോൾ ഈ ID മാത്രം കാണിച്ച് മുൻപ് നൽകിയ വിവരങ്ങളൊക്കെ തന്നെ സ്ഥിരീകരിച്ചാൽ മതിയാകും. എന്നിരുന്നാലും ഭൂരിഭാഗം ജനങ്ങളും ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിക്കുന്ന പരമ്പരാഗത രീതി തന്നെയായിരിക്കും ഭൂരിഭാഗം സ്ഥലങ്ങളിലും തുടരുക. ഭവനങ്ങൾ സന്ദർശിക്കുന്ന ഉദ്യോഗസ്ഥർ പ്രധാനമായിട്ടും 34 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു പ്രത്യേക പട്ടിക ഉപയോഗിച്ചാണ് വിവരങ്ങളൊക്കെ തന്നെ ചോദിച്ചറിയുന്നത്. വീടിൻ്റെ നമ്പർ, അതുപോലെ തന്നെ നിർമ്മാണ രീതി, മുറികളുടെ എണ്ണം, കുടുംബനാഥൻ്റെ വിവരങ്ങൾ, കുടിവെള്ള സ്രോതസ്സ്, ശുചിമുറി സൗകര്യം, വെളിച്ചം, അതുപോലെ തന്നെ അഴുക്കുചാൽ സംവിധാനം, പാചക ഇന്ധനം, ഉപയോഗിക്കുന്ന പ്രധാന ധാന്യങ്ങൾ, വീട്ടിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വാഹനങ്ങൾ, മൊബൈൽ നമ്പർ തുടങ്ങി ഭവനവും നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അടിസ്ഥാന കാര്യങ്ങളും ഈ ചോദ്യാവലിയിൽ ഉൾപ്പെടുന്നുണ്ട്. രാജ്യത്തെ ജനസംഖ്യാ നിരക്കും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും കൃത്യമായിട്ട് വിലയിരുത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പുതിയ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ തന്നെ പൊതു സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും ഈ വിവരങ്ങളൊക്കെ തന്നെ അത്യന്താപേക്ഷിതമാണ്. ആയതിനാൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ഈ ദേശീയ ദൗത്യത്തിലേക്ക് പൂർണ്ണമായിട്ടും സഹകരിക്കേണ്ടത് ഓരോ പൗരൻ്റെയും കർത്തവ്യമാണ്. സെൻസസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ തങ്ങളുടെ ഭവനത്തെക്കുറിച്ചുള്ള കൃത്യവും സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ട് പൊതുജനങ്ങൾ ഈ പ്രക്രിയ വിജയകരമാക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ നിർണായക പങ്കുവഹിച്ച മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ചരിത്രമായിരിക്കുകയാണ്. ഇതിന് പകരമായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അതിജീവക് മിഷൻ ഗ്രാമീൺ അഥവാ VBG റാംജി പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ച കേരളം, കർണാടക, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളും ഒടുവിൽ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പേരുമാറ്റത്തിനൊപ്പം തന്നെ പദ്ധതിയുടെ സാമ്പത്തിക ഘടനയിലും കേന്ദ്രം വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. മുൻപ് പദ്ധതി വിഹിതം പൂർണ്ണമായിട്ട് കേന്ദ്ര സർക്കാരാണ് വഹിച്ചിരുന്നതെങ്കിൽ പുതിയ ഭേദഗതി പ്രകാരം ഇത് കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതിയായിട്ട് മാറും. ഇനി മുതൽ ആകെയുള്ള ചെലവിൻ്റെ 40% വിഹിതം സംസ്ഥാന സർക്കാരുകൾ വഹിക്കേണ്ടി വരും. ഇത് സംസ്ഥാനങ്ങൾക്ക് മേൽ വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി വയ്ക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ വർഷത്തിൽ 125 ദിവസത്തെ തൊഴിൽ പുതിയ പദ്ധതിയിലൂടെ കേന്ദ്രം ഉറപ്പു നൽകുന്നുണ്ട്. പുതിയ പദ്ധതിക്ക് കീഴിലാകട്ടെ ചെയ്യാവുന്ന 318 പ്രവർത്തികളുടെ കരട് പട്ടിക കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനം, അതോടൊപ്പം തന്നെ ജീവനോപാധി സൗകര്യങ്ങൾ, ദുരന്ത നിവാരണം എന്നീ 4 വിഭാഗങ്ങളിലാണ് ഈ പ്രവർത്തികൾ ഉൾപ്പെടുന്നത്. എന്നാൽ ഇവയിൽ ഭൂരിഭാഗവും കഠിനമായിട്ടുള്ള കായിക അധ്വാനം ആവശ്യമുള്ളവയായതിനാൽ തന്നെ നിലവിലെ തൊഴിലാളികളിൽ വലിയൊരു പങ്കുവരുന്ന 60 വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ ഇത് കാരണമായേക്കും. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം സ്വകാര്യ വ്യക്തികളുടെയൊക്കെ തന്നെ കൃഷിഭൂമിയിലെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള വിലക്കാണ്. മുൻപ് കേരളത്തിൽ സ്വകാര്യ വ്യക്തികളൊക്കെ തന്നെ ഭൂനികുതി രസീത് ഹാജരാക്കിയാൽ അവരുടെ കൃഷിഭൂമിയിൽ നിലമൊരുക്കൽ, അതോടൊപ്പം തന്നെ കാട് വെട്ടിത്തെളിക്കൽ തുടങ്ങിയ ജോലികളൊക്കെ തന്നെ ചെയ്യാമായിരുന്നു. ഇനി മുതൽ ഇത്തരം ഭൂവികസന ജോലികൾ അനുവദിക്കില്ല. പകരം ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾക്ക് മാത്രമേ അനുമതിയുള്ളൂ. അതേസമയം പ്രധാനമന്ത്രി ആവാസ് യോജന PMAY പദ്ധതി പ്രകാരമുള്ള ഗുണഭോക്താക്കളുടെ വീട് നിർമ്മാണ ജോലികൾക്ക് പുതിയ നിയമത്തിലും അനുമതി നൽകിയിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ ഈ പുതിയ പരിഷ്കാരത്തിനെതിരെ വലിയ സാമ്പത്തിക ബാധ്യത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് ഈ നിയമ പോരാട്ടത്തിനുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ജൂലൈ മാസം LPG സിലിണ്ടറുകളുടെയൊക്കെ തന്നെ വിലയിൽ വലിയ മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. വാണിജ്യ സിലിണ്ടറുകൾക്ക് 1000 രൂപ വരെ വിലക്കുറവ് വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 500 രൂപ മുതൽ 1000 രൂപ വരെയുള്ള വില കുറഞ്ഞേക്കാം എന്നാണ് ലഭിക്കുന്ന വിവരം.
അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തേക്ക് പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് PNG കണക്ഷൻ വരുന്നുണ്ടെങ്കിൽ നിലവിലുള്ള LPG കണക്ഷനൊക്കെ തന്നെ റദ്ദാക്കണമെന്ന് കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഇന്ധനം മാത്രമേ ഒരേ സമയം ഉപയോഗിക്കാനായിട്ട് സർക്കാർ അനുവാദം നൽകുന്നുള്ളൂ എന്നതിനാലാണ് PNG കണക്ഷൻ ലഭ്യമായ മേഖലകളിൽ ഉള്ളവർ നിർബന്ധമായിട്ടും അതിലേക്ക് മാറണമെന്നും സിലിണ്ടർ കണക്ഷൻ ഒഴിവാക്കണമെന്നും അറിയിച്ചിരിക്കുന്നത്. ഈ നടപടികൾ പൂർത്തിയാക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള സമയപരിധി ജൂൺ മാസം 30-ാം തീയതിയോടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം PNG കണക്ഷൻ നിലവിലുള്ള പ്രദേശങ്ങളിലേക്ക് ഗ്യാസ് സിലിണ്ടറുകളുടെയൊക്കെ തന്നെ വിതരണം പൂർണ്ണമായിട്ടും നിർത്തലാക്കുന്നതിനായിട്ട് ബന്ധപ്പെട്ട ഏജൻസികൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൈമാറുന്നതിനുള്ള നീക്കങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ക്ഷേമ പെൻഷൻ വിതരണ രംഗത്ത് വലിയൊരു ഭരണപരമായിട്ടുള്ള ശുദ്ധീകരണത്തിന് സർക്കാർ ഒരുങ്ങുന്ന വാർത്തകൾ നിയമസഭയിലൂടെ പുറത്തു വരികയാണ്. നിലവിലെ പെൻഷൻ പട്ടികയിലൊക്കെ തന്നെ വൻതോതിൽ അനർഹരായിട്ടുള്ള വ്യക്തികളൊക്കെ തന്നെ കടന്നുകൂടിയിട്ടുണ്ടെന്നും അത് പരിശോധിക്കാൻ പുതിയൊരു ശാസ്ത്രീയ സംവിധാനം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ MLA-മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. ഇതിനുദാഹരണമായിട്ട് അമേരിക്കയുടെ ലോസ് ആഞ്ചലസിലുള്ള താമസിക്കുന്ന ഒരു വ്യക്തി തനിക്ക് കേരളത്തിലെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ലെന്ന് പരാതിപ്പെട്ട വിചിത്രമായിട്ടുള്ള സംഭവം മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചപ്പോൾ മകൻ വിദേശത്താണെന്ന ഒരൊറ്റ സാങ്കേതിക കാരണം മുൻനിർത്തിക്കൊണ്ട് നാട്ടിൽ തുണയില്ലാതെ കഴിയുന്ന പ്രായമായ അമ്മമാരുടെയൊക്കെ തന്നെ പെൻഷൻ നിഷേധിക്കുന്നത് എങ്ങനെ ന്യായീകരിക്കാനാകുമെന്ന ചോദ്യവുമായിട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇതിനെ ശക്തമായി പ്രതിരോധിച്ചു. എന്നാൽ അർഹതപ്പെട്ട ഒരാൾക്ക് പോലും ആനുകൂല്യം നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പു നൽകിയ സർക്കാർ നിലവിൽ പെൻഷൻ നിഷേധിക്കാൻ കാരണമാകുന്ന വീടിൻ്റെ വലിപ്പം, അതോടൊപ്പം തന്നെ വീട്ടിൽ എയർ കണ്ടീഷണറുള്ള അവസ്ഥ, അല്ലെങ്കിൽ ചെറിയ വാഹനങ്ങളുടെയൊക്കെ തന്നെ സാന്നിധ്യം തുടങ്ങിയ കടുപ്പമേറിയ ഭൗതിക പരിശോധനാ മാനദണ്ഡങ്ങളൊക്കെ തന്നെ കാലോചിതമായിട്ട് പുനഃപരിശോധിച്ച് ആവശ്യമായിട്ടുള്ള ഇളവുകളൊക്കെ തന്നെ വരുത്താൻ ഗൗരവമായി ആലോചിക്കുന്നുണ്ടെന്ന ശുഭവാർത്തയും ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ജൂലൈ മാസത്തിലെ റേഷൻ വിതരണത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജൂലൈ 2-ാം തീയതി വ്യാഴാഴ്ച മുതലായിരിക്കും ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക. കൂടാതെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ 3 മാസങ്ങളിലേക്ക് വൈദ്യുതിയുള്ള AY മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്റർ മണ്ണെണ്ണയും പിങ്ക്, നീല, വെള്ള കാർഡുകൾക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകൾക്കാകട്ടെ 4 ലിറ്റർ മണ്ണെണ്ണയുമാണ് ലഭിക്കുന്നത്. ഇനി ജൂലൈ മാസത്തിൽ ഓരോ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിച്ചാൽ മഞ്ഞ കാർഡുകൾക്ക്, അതായത് AY കാർഡുകൾക്ക് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും പൂർണ്ണമായും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. ഒപ്പം 3 പാക്കറ്റ് ആട്ട, അതാകട്ടെ പാക്കറ്റിന് 7 രൂപ നിരക്കിലും വാങ്ങാൻ സാധിക്കും. എന്നാൽ മുൻപ് ലഭിച്ചിരുന്ന പഞ്ചസാര അത് ഈ മാസം ഉണ്ടാവില്ല. ഇനി പിങ്ക് കാർഡുകൾക്ക് PHH കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ ആകെ ഗോതമ്പിൽ നിന്നും 4 കിലോ കുറച്ച് പകരം 4 പാക്കറ്റ് ആട്ട പാക്കറ്റിന് 9 രൂപ നിരക്കിൽ വാങ്ങാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നീല കാർഡുകൾക്ക് NPS ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. കൂടാതെ സ്പെഷ്യൽ വിഹിതമായിട്ട് 3 കിലോ ഗോതമ്പ് കിലോയ്ക്ക് 8 രൂപ 70 പൈസ നിരക്കിലും സ്റ്റോക്കിനനുസരിച്ച് പരമാവധി 4 കിലോ ആട്ട അത് കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ലഭ്യമാണ്. ഇനി വെള്ള കാർഡുകാർക്ക് NPNS 4 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും സ്റ്റോക്കിനനുസരിച്ച് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപയ്ക്കും ലഭിക്കുമെങ്കിലും ഇത്തവണ ഗോതമ്പ് അനുവദിച്ചിട്ടില്ല. ഇനി അതുപോലെ തന്നെ ബ്രൗൺ റേഷൻ കാർഡുകളാണെങ്കിൽ NPI കാർഡിന് 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും പരമാവധി 1 കിലോ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. കൂടാതെ നീല, വെള്ള കാർഡുകൾക്ക് പിങ്ക് കാർഡുകളിലേക്ക് മാറാനായിട്ട് ജൂലൈ മാസം 17 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുകയാണ്. 2026 ജൂൺ 30 ഇന്നലെ ചൊവ്വാഴ്ച സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 165 രൂപ കുറഞ്ഞ് 12,845 രൂപയും പവന് 1,320 രൂപ കുറഞ്ഞ് 1,02,760 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.